വയനാട് ജില്ലയിൽ വന്യമൃഗ ആക്രമണത്തിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. ഇന്ന് രാവിലെ 7 മണിക്ക് വയനാട് മാനന്തവാടിക്കടുത്ത് പടമലയിലിറങ്ങിയ കാട്ടുകൊമ്പൻ്റെ കാൽക്കീഴിൽ ഞെരിഞ്ഞമർന്നത് ഒരു മനുഷ്യജീവൻ കൂടിയാണ്. കർണാടക വനംവകുപ്പ് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയെന്ന് കരുതപ്പെടുത്തുന്ന ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് പടമലയിലെ വിദ്യാർത്ഥികളായിട്ടുള്ള രോഹിത്തും രക്ഷപ്പെട്ടത്. അവരുടെ വാക്കുകളിലേക്ക്. ഓടി വന്നപ്പോൾ ഞങ്ങൾ ഗേറ്റ് തുറന്നു കൊടുക്കാൻ വേണ്ടി താക്കോലെടുത്ത് അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. ആന ഞങ്ങൾ നേരെയാവുന്നത്. അപ്പോൾ ഞങ്ങളെ കണ്ടു. ഞങ്ങൾ വേഗം താക്കോൽ അവിടെ ഇട്ടിട്ട് വേഗം ഓടി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ അകത്ത് കയറിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ആ ചേട്ടൻ ചാടി കിടന്നതാണ്. അപ്പോൾ ചാടി കിടന്നപ്പോൾ കാല് കെട്ടി അവിടെ വീണതിന് ശേഷം എണീക്കാൻ പറ്റില്ല. വേഗം അവിടെ നിന്ന് ആന ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് ദേഷ്യം പിടിച്ച് ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു. അപ്പോൾ ആ ചേട്ടന്മാരെല്ലാം ഓടി ഈ ഗേറ്റിൻ്റെ അവിടെ വന്നു. അപ്പോൾ രാത്രി ഇത് ലോക്കിട്ട് പൂട്ടും. അപ്പോൾ ഞങ്ങൾ ഓടി കയറാൻ വേണ്ടിയിട്ട് വേഗം താക്കോലെടുത്ത് അങ്ങോട്ട് ചെന്ന് തുറന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. ചേട്ടനെ ചവിട്ടിയിട്ട് കുറച്ചു നേരം അവിടെ നിന്നു. അവിടെ എന്നിട്ടാണ് ആ പറമ്പിലേക്ക് മുകളിൽ ഒരു പറമ്പ് അവിടേക്ക് കയറി.